ടെക് ഫോർ ഗീൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പവർഫുൾ പവർ ബാങ്കാണ്. 18 വാട്ട് സ്പീഡ് മൊബൈൽ പവർ ബാങ്കാണ്. വർക്ക് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ 5 വോട്ടിൽ വർക്ക് ചെയ്യുന്ന ഏത് ഉപകരണങ്ങളും ഇതിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഈ പവർ ബാങ്ക് 17600 mAh ആണ്. ഇതിൻ്റെ ബാറ്ററി ലിഥിയം അയൺ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലാപ്ടോപ്പിൻ്റെ പഴയ ബാറ്ററികൾ ശേഖരിച്ച് അതിൽ നിന്ന് നല്ല ബാറ്ററികൾ ചെക്ക് ചെയ്ത് എടുത്ത് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സ്ക്രാപ്പ് കടകളിൽ നിന്നും നമുക്ക് വളരെ തുച്ഛമായ പൈസയ്ക്ക് ഇതുപോലുള്ള ലാപ്ടോപ്പ് ബാറ്ററികൾ നമുക്ക് മേടിക്കാൻ സാധിക്കും. ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന വസ്തുക്കൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഇവിടെ 2 ഇഞ്ചിൻ്റെ 1 അടി നീളത്തിലുള്ള PVC പൈപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 2.4 ആമ്പ് 5 വോൾട്ടിൻ്റെ പവർ ബാങ്ക് മൊഡ്യൂളാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓൺലൈനിൽ നിന്നും ലഭ്യമാണ്. ഇത് മേടിക്കാനായിട്ടുള്ള ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. PVC പൈപ്പ് ചൂടാക്കിയതിന് ശേഷം പവർ ബാങ്കിൻ്റെ ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലെങ്കിയുടെ ടൂൾസ് ബോക്സാണ് എടുത്തിരിക്കുന്നത്.
ഇനി ബാറ്ററി സെറ്റ് ചെയ്യാം. എത്ര mAh ബാറ്ററിയാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ബാറ്ററിയുടെ എണ്ണം കൂട്ടാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 8 ബാറ്ററിയാണ്. 8 ബാറ്ററിയുടെ പോസിറ്റീവും മൈനസും പാരലായിട്ട് കണക്ഷൻ ചെയ്യുക. ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിൽ നിന്ന് ഒരു റെഡും അതുപോലെ ബാറ്ററിയുടെ മൈനസ് സൈഡിൽ നിന്ന് ഒരു ബ്ലാക്കും വയർ വെച്ചിട്ട് ഈ വീഡിയോ കാണുന്നത് പോലെ സോൾഡർ ചെയ്ത് ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ക്ലിയറായിട്ട് ചുറ്റി പാക്ക് ചെയ്യുക. ബാറ്ററി പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററി ഒരു 4.4 വോൾട്ടിന് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഏകദേശം ഫുള്ളാണ്. ഇനി നമുക്ക് ഈ മൊഡ്യൂളിന് ഈ USB പോർട്ടിൻ്റെയും ചാർജറിൻ്റെയും ഹോൾ ഇടേണ്ടതുണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഫ്ലസ് ക്വിക്ക് വെച്ചിട്ട് ഈ ബോർഡ് നമുക്ക് തമ്മിൽ ഒട്ടിച്ചെടുക്കാം. ഈ ബോർഡ് ഇത് മുന്നേ ഇളകി പോകാണ്ടിരിക്കാൻ നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇത് ഉരുക്കി ഒട്ടിച്ചെടുക്കാം. ഇതിലെ ഡിസ്പ്ലേയുടെ ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോക്സ് പോലത്തെ ഇതുപോലെ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ടാണ് ഇത് ഒട്ടിച്ച് വെക്കുന്നത്. ഇനി ഈ മൊഡ്യൂൾ നമുക്ക് ബാറ്ററിയിൽ കണക്ട് ചെയ്യാം. ബാറ്ററിയിൽ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പ്ലസ് മൈനസ് മാറരുത്. ഇതുമേ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. B+ എന്ന് പറഞ്ഞത് ബാറ്ററിയുടെ പ്ലസ്സും B- എന്ന് എഴുതിയത് ബാറ്ററിയുടെ മൈനസും
അപ്പോൾ അത് നോക്കി കൊടുക്കുക. ബാറ്ററി കണക്ഷൻ മാറിക്കഴിഞ്ഞാൽ ബോർഡ് പോവും. അപ്പോൾ ഇതിന് ഓണാക്കിയപ്പോൾ ഡിസ്പ്ലേയിൽ 93% കാണിക്കുന്നുണ്ട്, ബാറ്ററി 93 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഇനി നമുക്കിത് കേസിനകത്തോട്ട് ഫിക്സ് ചെയ്യാം. ഈ 600-ൻ്റെ ഒരു സ്മൂത്ത് പേപ്പർ ഇട്ടിട്ട് നല്ലോണം ഉരച്ച് എല്ലാ വശവും ക്ലിയറാക്കി സ്മൂത്താക്കി എടുക്കുക. അതിനുശേഷം പെയിൻ്റ് അടിച്ച് കൊടുക്കുക. ഞാനിവിടെ ഓട്ടോ പെയിൻറ്റ് ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.